ഹായ് ഹലോ നമസ്കാരം, സജീനയാണേ. ഞാൻ ഇന്ന് ഒരു വീഡിയോ കണ്ടു കേട്ടോ. നമ്മുടെ വേറെ ആരുടെ അല്ല, ടോണി അച്ചായൻ്റെ ആണ്. സത്യം പറഞ്ഞാൽ ആ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ കയ്യൊക്കെ ഒന്നും പെരുത്തില്ല, കുളിര് പോരുമെന്ന് പറയത്തില്ലേ, അതുപോലൊരു ഫീലായിരുന്നു. സത്യസന്ധമായിട്ടാണ് പറയുന്നത്. നമുക്കതെല്ലാം വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അമ്മയുടെ കാല് മുറിച്ചിട്ട് 4 മാസമായോ. ഇതിനകത്ത് പാമ്പ് കയറി, ഈയിടയ്ക്കും പാമ്പ് കയറി ഞങ്ങളെ കിടക്കാം. ഈ വീടിന്റെ മുകളിൽ കൂടിയാണ് പാമ്പ് ചാടുന്നത്. കെട്ടിവെച്ചോണ്ടാ ഞങ്ങൾ കടന്നത്. കൂട്ടൊന്നുമില്ല. ഇതാണോ നിങ്ങളുടെ ബാത്റൂം? ഈ അമ്മയുടെയും ഈ ചേച്ചിനെ കരച്ചിൽ ഇല്ല. ചെയ്യുന്നവനെ കുറ്റം പറയാനും വിമർശിക്കാനും പറ്റുള്ളൂ. ചെയ്യാത്തവൻ അവിടെ നിന്ന് കമന്റ് അടിക്കാനും അവൻ ചെയ്യുന്നവനെ കൂടെ ചെയ്യാതിരിക്കാൻ നോക്കുക. കഷ്ടല്ലേ? സത്യമാണ് അച്ഛൻ പറഞ്ഞ വളരെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുത്തനും ഒരു 5 രൂപ കാശെടുത്ത് ഒരു മനുഷ്യർക്ക് ഒരു ചായ കുടിയെന്ന് പറഞ്ഞ് കൊടുക്കാത്തവന്മാരാണ് ഇത്രയും നെഗറ്റീവ് പബ്ലിസിറ്റിയും ഇത്രയും നെഗറ്റീവ് കൊണ്ടുവരുന്നത്. ഒരു കഴിവില്ലാത്തവന്മാരാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കമന്റുകൾ വരുമ്പോൾ മൈൻഡ് ചെയ്യാതിരിക്കുക. ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള കൂലി മാത്രം പ്രതീക്ഷിച്ച് അച്ചായൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെ ഇരട്ടി കൂലി ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ കിട്ടിക്കോളും. ഇങ്ങനെയുള്ള നെഗറ്റീവ് കണ്ടല്ല, സത്യമല്ലാത്തതൊന്നും നിലനിൽക്കില്ല. അസത്യം ഒരു കാലത്തും നിലനിൽക്കില്ല, സത്യം മാത്രമേ നിലനിൽക്കൂ. എന്തുമാത്രം ഗോസിപ്പുകളാണ് ഇട കൊണ്ട് കുറച്ച് വന്നത്. ആ വന്ന നിമിഷം കൊണ്ട് അത് ഒഴിയങ്ങ് പോവുകയും ചെയ്തേണ്ട. അതാണ് സത്യത്തിന് എന്നായാലും വില തന്നെയാണ്. നല്ലൊരു ഭവനത്തിൽ നിങ്ങൾ താമസിക്കണം, ഇത് പഠിക്കാം. ഭക്ഷണ സാധനങ്ങളാണ്. ഞാൻ പോവാ, വീട് പണിയെ കുറച്ച് താമസിക്കും. അതുവരെ നിങ്ങളെ സേഫ് ആക്കി മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ പാമ്പുകൂട്ടിലല്ല നിങ്ങൾ കിടക്കേണ്ടത്. നിങ്ങളുടെ ഈ കരച്ചിൽ നാളെ എനിക്ക് ചിരിയായിട്ട് മാറണം. ഓക്കെ, ഞാൻ പോവാ അടുത്ത വരവിന് വേണ്ടി. ആ വരവെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കുന്ന എനിക്ക് കാണും. സന്തോഷായോ? എന്റെ അമ്മ കേട്ടോ. അമ്മയ്ക്ക് വീട് നടന്നപ്പം സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ടൊന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര ഫീലിംഗ് ആയിരുന്നത്. സത്യമായിട്ട് പറഞ്ഞാൽ എങ്ങനെ അത് പറഞ്ഞ് ആ ഒരു ഫീലിങ്സ് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന് അറിയാൻ പറ്റുന്നില്ല. ഭയങ്കര ഒരു എന്തോ നമ്മളെ നെഞ്ചിനകത്ത് ഏതാണ്ട് ഒരു സങ്കടമാണോ സന്തോഷമാണോ എന്നറിയാൻ വയ്യ. ഇങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ എന്തുമായിരിക്കും അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ. അമ്മയെ കൊണ്ടുവന്നു കേട്ടോ, അമ്മയെ കൊണ്ടുവന്നിരിക്കുന്നത് ടോണി അച്ചാൻ്റെ അമ്മയാണ് അവിടെ. ഒന്ന് വന്നപ്പോൾ ഇവരോട് ഞാൻ സംസാരിക്കുമ്പോൾ ഇവർ മുകളിലേക്ക് നോക്കി കരയുമായിരുന്നാണ്. എപ്പോഴും പാമ്പ് താഴോട്ട് വീഴുന്നതാണ്. അത്രയും ബുദ്ധിമുട്ട് കരച്ച് രാത്രി പാമ്പുകളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോയി ബാത്റൂമിൽ പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അകത്ത് തന്നെ നല്ലൊരു ബാത്റൂം തന്നെ പടുത്തു കൊടുത്തു. പാമ്പില്ല. സന്തോഷത്തോടെ തന്നെ ഇരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. കാരണം അതിൽ കൂടെ ജീവിതത്തിൽ നമ്മുടെ സന്തോഷം കാണുന്നിടത്തോളം ഒരു സമാധാനവും ഒരു സന്തോഷം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവാനൊന്നുമില്ല. അടിപൊളി കെടില. ഒന്നും പറയാനില്ല, ഒരു വാക്ക് പോലും പറയാനില്ല. ഈ കാണുന്നവരുടെ മനസ്സും ഹൃദയവും ഇങ്ങനെ നിറഞ്ഞാൽ തന്നെ അതിൻ്റെ അനുഗ്രഹം അച്ചാന് കിട്ടും, ഉറപ്പായിട്ടാണ്. ഇതേ കണക്ക് ചെയ്യാൻ കഴിവുള്ളവർ ഇതേ കണക്ക് നിർദ്ധരായിട്ട് കിടക്കുന്ന പാവത്തുങ്ങൾക്ക് ഒരു ഹെൽപ്പ് ചെയ്താൽ ഭയങ്കരമായിട്ടും ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് പുണ്യം കിട്ടും. നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ പാവത്തുങ്ങൾ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ പോക്കറ്റ് 2 രൂപ ഒന്ന് നിറയും, ഉറപ്പാണ്. നമ്മൾ കൊടുക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ ബാധ്യതകളും പ്രശ്നങ്ങളും കഷ്ടപ്പാടും ഇതൊക്കെ തീർന്നിട്ട് വേണമല്ലോ നമുക്കൊരാളെ അതൊരു ഹെൽപ്പ് ചെയ്യാൻ. പിന്നെ എന്തോ ഭയങ്കര ഒരു ഫീലിംഗ്. ടോണി അച്ചാൻ ഇതുവരെയ്ക്കും ഒരു പരിപാടിയിൽ ഞാൻ കണ്ടിട്ടില്ല. ടോണി അച്ചാൻ അമ്മയെ കൊണ്ടുവന്ന് താക്കോല് കൊടുപ്പിക്കുന്നു, അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും കൊടുപ്പിക്കുന്നു. ഭയങ്കരം അച്ചാനെ ദൈവം എന്നും കൈപിടിച്ച് ഉയർത്തുക തന്നെ ചെയ്യും. അപ്പോൾ കാരണം അച്ചാൻ ഈ നാടിന് ആവശ്യമാണ്. സത്യസന്ധമായിട്ട് പറയുക, അച്ചാനാണ് ഈ നാടിന് ആവശ്യം. ഇങ്ങനെയുള്ള പാവപ്പെട്ട നിർദ്ധരുടെ കണ്ണീരൊപ്പുന്ന ഭൂമിയിലെ ദൈവം തന്നെയാണ് അച്ചായൻ. ബിഗ് സല്യൂട്ട് അച്ചായ, താങ്ക് യു. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു.